മെസ്സി, ക്രിസ്ത്യാനോ, നെയ്മർ, ഹു ഈസ് യുവർ ഫേവറേറ്റ്? എന്റെ ഉത്തരം എങ്ങനെയായിരിക്കും? ഇഫ് യു വാച്ച് ഫുട്ബോൾ ആസ് എൻ എന്റർടൈൻമെന്റ്, ഇറ്റ് ഈസ് നെയ്മർ. ഇഫ് യു ബിലീവ് ഫുട്ബോൾ ഈസ് ആൻ ആർട്ട്, ഇറ്റ് ഈസ് മെസ്സി. ഇഫ് യു തിങ്ക് ഫുട്ബോൾ ഈസ് എ പാഷൻ, ഇറ്റ് ഈസ് CR7. എന്തൊരു പ്രൊഫഷണൽ കരിയർ ആണല്ലേ പുള്ളിൻ്റെത്. 18ാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിൽ എത്തുന്നു, ഇംഗ്ലണ്ട് കോൺകർ ചെയ്യുന്നു. 2009 പിന്നെ റയൽ മാഡ്രിഡിലേക്ക് എത്തുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കളിക്കാൻ കുറച്ച് സമയമല്ലേ കിട്ടുന്നുള്ളൂ, ഏത് പൊസിഷനിലാണ് നിങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടം? പുള്ളി കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. Where do you want to play in the team? Sorry? Where do you want to play in the team? On the right or through the middle? Do you know yet? Well, I don't have a preference. I can play in the left, in the right, in the middle. For me, it's not a problem. I just want to play. That is class. ഫുട്ബോളിനോട് ഇത്രയും പാഷനുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. 94 മില്യൺ യൂറോസിലാണ് റയൽ മാഡ്രിഡിലേക്ക് പുള്ളി എത്തുന്നത്. 450 പരം ഗോളുകൾ, 16ഓളം ട്രോഫികൾ. ആൻഡ് വാട്ട് ഹി ഏൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200 മില്യൺ യൂറോസിന് പുള്ളിയുടെ ജേഴ്സി വിറ്റിട്ടുണ്ട്. ഓൾമോസ്റ്റ് 150 മില്യൺ യൂറോസിന് അതർ പ്രൊഡക്റ്റുകൾ. 30 മില്യൺ യൂറോസിലാണ് പെർ ഇയറിൽ പുള്ളിയുടെ കളി കാണാൻ വേണ്ടി VIP ടിക്കറ്റ് എടുത്തുകൊണ്ടുവന്നത്. 250 മില്യൺ യൂറോസിന് 4 ചാമ്പ്യൻസ് ലീഗ്. 100 മില്യൺ യൂറോസിലാണ് പെർ ഇയറിൽ TV സംപ്രേഷണ അവകാശം. 500 മില്യൺ യൂറോസിന് സോഷ്യൽ മീഡിയ. 300 മില്യൺ യൂറോസിന് ഇമേജ് കോപ്പിറൈറ്റ്. 116 മില്യൺ യൂറോസിലാണ് യുവന്റസിലേക്ക് പോയത്. ടോട്ടലി 3.8 ബില്യൺ യൂറോസ് ഒരു ഫുട്ബോൾ ടീമിനെ വാങ്ങാൻ പറ്റും. ലോകകപ്പ് ആര് നേടണം എന്നോട് പലരും